ഹരേ കൃഷ്ണ. ഇന്ന് നമുക്കൊരു ചൊവ്വരി പായസം ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഏകാദശിക്ക് ഭഗവാന് നൈവേദ്യമായിട്ട് ഈ ചൊവ്വരി പായസം വെക്കാം. അത് നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കുകയും ചെയ്യാം. അതിനായിട്ട് നമ്മൾ ചൊവ്വരി എടുത്ത് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് പാല് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. നന്നായി തിളച്ച പാലിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൊവ്വരി ഇടുക. അതിനുശേഷം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം അടിയിൽ പിടിക്കരുത്. അതുകൊണ്ടാണ് പാല് തിളച്ചതിന് ശേഷം ഇടണമെന്ന് പറയുന്നത് ചൊവ്വരി. എന്നിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. തീ കുറച്ച് വെച്ചാലും നമ്മൾ അടുത്ത് തന്നെ ഇരിക്കണം. കാരണം പാല് തിളച്ച് തൂവരുത്. എന്നിട്ട് പതിയേനെ കുറഞ്ഞ തീയിൽ നമ്മൾ ചൊവ്വരി വേവിക്കുക. പാലിൽ ചൊവ്വരി നന്നായിട്ട് വെന്ത് വരും. ഒരു 1/4 ഭാഗം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഇളക്കി ചൊവ്വരി വേവിക്കണം. ചൊവ്വരി വെന്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കും. അതിനുശേഷം നമുക്ക് 2 ഏലക്ക പൊടിച്ച് ചതച്ച് അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പായസം ഇങ്ങനെ കുറുകി വരും. നമുക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് ആ സമയമാകുമ്പോഴേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. അതിനുശേഷം നമുക്ക് തണുത്തതിന് ശേഷം, ഒരുപാട് തണുക്കണ്ട, എന്നാലും ഒന്ന് പാത്രഭാഗം വരണം. അതിനുശേഷം നമുക്കത് ഉപയോഗിക്കാം. ഭഗവാന് ഈ ഏകാദശിക്ക് നിങ്ങളെല്ലാവരും തന്നെ ഈ പായസം ഉണ്ടാക്കി നൈവേദ്യമായിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ചൊവ്വരി പായസം ഉണ്ടാക്കുന്ന വിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഭഗവാന് സാധാരണയായി നേദിക്കുന്ന പായസങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊന്നും നെയ്യിൽ വറുത്തിടാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഭഗവാന് നിവേദിക്കുമ്പോൾ നമ്മൾ ഇത്ര മാത്രമേ പാലും പഞ്ചസാരയും ഏലക്കയും മാത്രമേ ചേർക്കാറുള്ളൂ. ഹരേ കൃഷ്ണ.